വെൽക്കം ബാക്ക് ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ബീഫ് ഗ്രേവി ബിരിയാണി റെസിപ്പിയുമായിട്ടാണ്. ഈ ഒരു സ്റ്റൈലിൽ നിങ്ങൾക്ക് ചിക്കൻ വെച്ചിട്ടുണ്ടാക്കാം, അല്ലെങ്കിൽ മട്ടൺ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ ബിരിയാണി ഒന്നും ഒട്ടും ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിലുള്ള ഒരു റെസിപ്പിയാണെന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു മസ്റ്റ് ട്രൈ ബിരിയാണി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ഐഷാസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതോടെ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാം. അപ്പോൾ ശരി, നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ബീഫ് ഗ്രേവി ബിരിയാണി എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം ഈ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെറിയ പീസാക്കിയിട്ടാണ് ബീഫ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്, വലിയ പീസാക്കിയിട്ടല്ല കേട്ടോ. സാധാരണ ബീഫ് ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോൾ വലിയ പീസാക്കിയിട്ടായിരിക്കും നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ചെറിയ പീസാണ്. നമ്മൾ സാധാരണ ബീഫ് ഗ്രേവിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പരുവത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് നമുക്ക് ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഞാനിപ്പോൾ ഏകദേശം 1 ടീസ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇതിലോട്ട് കറക്റ്റ് മെഷർമെൻറ്റ് വേണമെന്നില്ല, കുറച്ച് മാത്രം എല്ലാം ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ 1 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല പൊടി ഒരു 1/2 ടീസ്പൂണ്. അതൊക്കെ ആ ഒരു ബീഫിൻ്റെ ആ ഒരു മണമൊക്കെ പോകാൻ വേണ്ടിയിട്ട്, നല്ലൊരു മണമൊക്കെ വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതൊരു ടീസ്പൂണ്, പിന്നെ കുറച്ച് മല്ലിയില. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഒരുപാട് ഉപ്പ് ചേർക്കണ്ട കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഞാനിതിലോട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. കാരണം നമുക്കതിലെ ഗ്രേവി നമുക്ക് ഈ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് പ്രഷർ കുക്ക് ചെയ്തെടുക്കുകയാണ്. പിന്നെ നമ്മളെടുക്കുന്ന ബീഫ് പലതും പല വേവുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇത് 3 വിസിൽ വരുന്ന വരെയാണ് വേവിച്ചെടുക്കുന്നത്. അതായത് ബീഫ് വേവുന്ന വരെ വേവിച്ചെടുക്കുക. നമ്മൾ മസാലയിലിട്ടിട്ട് ബീഫ് ഒരുപാട് നേരമൊന്നും വേവിച്ചെടുക്കുന്നില്ല. ഇനി നമുക്ക് ബിരിയാണിയിലോട്ടുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാൻ കുറച്ച് റോസ് സ്പൈസസൊക്കെ ഒന്ന് എടുക്കുകയാണ്. കുറച്ച് ഏലക്ക, കുറച്ച് ഗ്രാമ്പൂ. ഈ സ്പൈസസൊക്കെ നമ്മൾ ബിരിയാണിയിൽ എത്രത്തോളം ഇട്ടുന്നു അത്രത്തോളം ബിരിയാണിക്ക് നല്ലൊരു മണവും ടേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ആവശ്യം പോലെ ഇട്ട് കൊടുക്കുക. കുറച്ച് ഇട്ടാലും മതി. പിന്നെ ഇത്രയും റോസ് സ്പൈസസ് ഇല്ല എന്നാണെങ്കിൽ ഉള്ളത് എടുക്കുക കേട്ടോ. ഏലക്കയും ഗ്രാമ്പുമാണ് മെയിനായിട്ട് വേണ്ടത്. ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് ജാതിപത്രി, കുറച്ച് കറുവപ്പട്ട, അതുപോലെ തന്നെ കുറച്ച് വലിയ ജീരകം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോറ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് വലിയൊരു പാത്രം ചൂടാക്കിയിട്ട് അതിലോട്ട് ഞാൻ ഓയിലും അതുപോലെ ഒരു ടീസ്പൂണോളം നെയ്യും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതിലോട്ടാണ് നമ്മൾ ഈ റോസ് സ്പൈസസ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ തന്നെ നല്ലൊരു മണമായിരിക്കും. ഇനി ഇതിലോട്ട് 3 സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ ബിരിയാണി കഴിക്കുമ്പം ദം ബിരിയാണി അല്ലാത്ത ബിരിയാണികളൊക്കെ ഇങ്ങനെ പ്ലെയിൻ റൈസ് കോമൺ ആയിട്ടായിരിക്കും ഉണ്ടാക്കുന്നത്. ആ ഒരു റൈസിലോട്ട് നമ്മൾ ചിക്കൻ ഗ്രേവി ആഡ് ചെയ്താൽ ചിക്കൻ ബിരിയാണിയായി, മട്ടൺ ഗ്രേവി ആഡ് ചെയ്താൽ മട്ടൺ ബിരിയാണിയായി, അങ്ങനെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊരു കോമൺ ആയിട്ടുള്ളൊരു പ്ലെയിൻ റൈസായിട്ട് ഉണ്ടാക്കുന്നത്. ഇതിലോട്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവോള നന്നായിട്ടൊന്ന് വഴണ്ടി വരണം കേട്ടോ. പിന്നെ പച്ചമുളകൊക്കെ ഇതിലോട്ട് ചേർക്കണം കേട്ടോ. നമ്മൾ നെയ്ച്ചോറ് സാധാരണ പോലത്തെ എല്ലാം ഉണ്ടാക്കുന്നത് കേട്ടോ. പച്ചമുളക് ഒരു 3 ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 2 ടീസ്പൂണും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം മാറണം കേട്ടോ നമ്മളിതിലോട്ട് അരി ചേർക്കുന്നതിന് മുമ്പ്. അപ്പോൾ പച്ചമുളക് എരിവിന് കൂടുതൽ എരിവ് ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടെ കൂടുതൽ ചേർത്ത് കൊടുക്കുക. ഞാൻ 3 ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതാ അത്യാവശ്യം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു പിടിയോളം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർക്കുന്നുണ്ട്. ക്യാരറ്റ് ചെറിയ പീസാക്കിയതല്ല, ഗ്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചേർക്കേണ്ടത്. എന്നിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണൊക്കെ മതി. അത് അരിക്ക് നല്ലൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലോട്ട് കഴുകി വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്, ചെറിയ അരി കേട്ടോ, അതായിട്ട് എടുത്തിട്ടുള്ളത്. അതുപോലെ വെള്ളം ഡ്രെയിൻ ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനിയിപ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ഹൈ ഫ്ലെയിമിൽ കൂട്ടി വെച്ചിട്ട് വറുത്തെടുത്താൽ മതി. ഇത് വറുത്തെടുക്കുമല്ല, ഈ ഒരു മസാലയിൽ ഈ അരിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോഴാണ് ആ ചോറിന് നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ടാവും. നമ്മളിതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മണം ഈ ചോറിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ ഈ ഒരു ചോറ് സാധാരണ നെയ്ച്ചോറല്ല, ഇതൊരു ഫ്ലേവർഫുൾ ആയിട്ടുള്ള റൈസ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വെറുതെ കഴിക്കാനും ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ അരി എടുത്തിട്ടുണ്ട്. 6 കപ്പ് അരി എടുത്തിട്ടുണ്ട്. 250 ml കപ്പിൽ 6 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അരി. ഇനി അരി ഇതുപോലെ അരിയിൽ വെള്ളം ഇല്ല എന്നാണെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അരി വല്ലാണ്ട് വറുത്തെടുക്കണ്ട കേട്ടോ. അപ്പോൾ അതാ അരിയിലിപ്പോൾ വെള്ളമൊന്നും ഇല്ലയെന്ന് മനസ്സിലാക്കിയാൽ മാത്രം നമ്മളിതിലോട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ വെള്ളമൊന്നുമില്ല, അരിയൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഒരുപാട് നേരം ഒന്നും വറുത്തെടുക്കേണ്ട, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് ഒരുപാട് നേരം വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തന്നെ നല്ലൊരു മണമായിരിക്കും, ആ ഒരു കൈമാരീൻ്റെ മണവും അതുപോലെ മസാലയുടെ മണമൊക്കെ കൂടിയായിട്ട് നല്ലൊരു മണമായിരിക്കും. ഇനി ഇതിലോട്ട് നമ്മൾ 6 കപ്പ് അരിക്ക് ഞാൻ 8 കപ്പ് ചൂടുവെള്ളം കേട്ടോ ഒഴിക്കുന്നത്. വെള്ളം ചൂടുവെള്ളം ആയിരിക്കണം, അത് മസ്റ്റാണ്. അതുപോലെ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം, ആ ഒരു മെഷർമെൻറ്റിൽ വേണം നമ്മൾ ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഞാൻ 6 കപ്പ് അരിക്ക് 8 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതിൽ ഉപ്പ് പാകം നോക്കണം കേട്ടോ, അതും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ. ഇനി നമ്മൾ നെയ്ച്ചോറ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെ ഫ്ലെയിം കുറച്ച് വയ്ക്കുക. ഈ വെള്ളം വറ്റുന്ന വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ബിരിയാണി കുക്കിംഗ് അറിയാത്തവർക്കും അതുപോലെ ബാച്ചിലേഴ്സിനൊക്കെ പറ്റുന്ന നല്ലൊരു സിമ്പിളായിട്ടുള്ള ബിരിയാണി റെസിപ്പിയാണ്. ഞാൻ എടുത്തിട്ടുള്ള അരി ഇതാണ് കേട്ടോ, വയനാടൻ കൈമാരി ജീരകശാല റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചോറ് അവിടെ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് നമുക്ക് ഇതിലോട്ടുള്ള മസാല ഒന്ന് റെഡിയാക്കാം. അതിനായിട്ടൊരു പാന് ചൂടാക്കാം. പിന്നെ നമ്മുടെ ബീഫ് എന്തായി നോക്കണ്ടേ. ഞാൻ 3 വിസിൽ വന്നപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പ്രഷറൊക്കെ പോയ ശേഷമാണ് തുറക്കുന്നത്. അപ്പോൾ ആ ബീഫിൽ ഇത്രയും ഗ്രേവി ഉണ്ട്. ബീഫ് വെന്തിട്ടുണ്ടോ എന്ന് നോക്കുക കേട്ടോ. ബീഫ് വെന്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും ചെയ്യേണ്ട, വെന്തിട്ടില്ല എന്നാണെങ്കിൽ 1 വിസിലും കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ വന്നിട്ടുണ്ട്, നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതങ്ങനെ തന്നെ വയ്ക്കുക. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ വെളിച്ചെണ്ണ കേട്ടോ എടുക്കുന്നത്. മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബീഫൊക്കെ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ കുറച്ച് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയും അതുപോലെ പച്ചമുളകും കൂടി ആദ്യം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി ചെറുതായിട്ടായിരുന്നത്, ഒരു പിടി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെറിയ ഉള്ളി ഇല്ലയെന്നാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, സവോളനെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്ത ശേഷം ആണ് ഞാനിതിലോട്ട് സവോള ചേർക്കുന്നത്. സവോള ഒരു 2 എണ്ണം എടുത്തിട്ടുണ്ട്. നമ്മൾ ബിരിയാണിയിലോട്ട് നമ്മൾ മൊത്തം എടുക്കുന്നത് 1 കിലോ അരിയിലോട്ട് ഒരു 5 സവോളയൊക്കെ അല്ല. അപ്പോൾ നമ്മൾ 3 സവോള റൈസിലോട്ട് ഇട്ട് കൊടുത്ത് 2 സവോള നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ സവോള ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി സവോളൊക്കെ നന്നായിട്ട് കുക്കാവണം, എന്നിട്ട് നമ്മൾ ബാക്കിയൊക്കെ ചെയ്യാവൂ കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ചോറ് എന്തായി നോക്കണം. ചോറ് ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കണം കേട്ടോ. വെള്ളം മുഴുവനായിട്ടും വറ്റാൻ നിൽക്കരുത്. അതിന് മുമ്പ് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനുണ്ട്, എന്നാലേ മുകളിലുള്ളതൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടുള്ളൂ. അപ്പോൾ അരി ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മുകളിലുള്ള താഴേക്ക് പോകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നാലേ എല്ലാത്തിലും നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുള്ളൂ. അരി എല്ലാ ചോറിലും നല്ല ഫ്ലേവർഫുള്ളായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ വീണ്ടും അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മസാലയിലോട്ട് തന്നെ പോവാം. സവോള നന്നായിട്ട് വഴറ്റിയെടുക്കണം, അത് മസ്റ്റാണ്. അപ്പോൾ സവോള ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു 2-2.5 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും വഴറ്റിയെടുക്കുക. പച്ചമണം ഒന്ന് പോയിക്കോട്ടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ. നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക. വീണ്ടും ഞാൻ ചോറ് എന്തായാലും നോക്കാം കേട്ടോ. അപ്പോൾ ചോറ് ഇപ്പം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, കണ്ടോ, വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അതുപോലെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്, കുക്കായിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് ചൂടാറാൻ വേണ്ടി കാത്തു നിന്നാൽ ചിലപ്പോൾ എല്ലാം കൂടി കട്ട പിടിച്ച് പോകും. അപ്പോൾ അതുകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉടയില്ല, എന്നാലും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊക്കെ വേണം മിക്സ് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെക്കണം, തുറന്ന് വെക്കരുത്, അപ്പോൾ ഡ്രൈ ആയി പോകും. ഇനി നമ്മളിത് കഴിക്കാൻ നേരം കുറച്ച് നെയ്യും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാറുണ്ട്, അതിപ്പോൾ ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ സവോള ഇപ്പോൾ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. സവോളയും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി 2 എണ്ണം വലുതെടുത്തിട്ടുണ്ട്, കാരണം നമ്മളിതിലോട്ട് തൈരൊന്നും ചേർക്കുന്നില്ല. ബിരിയാണിയിലോട്ട് നമ്മൾ തൈരൊക്കെ ചേർക്കുമല്ലോ പുളിക്കായിട്ട്. അപ്പോൾ ഇതിലോട്ട് പുളിക്കായിട്ട് മെയിനായിട്ട് ചേർക്കുന്നത് തക്കാളി തന്നെയാണ്. തക്കാളി 2 എണ്ണം എടുത്തിട്ടുണ്ട്. തക്കാളിയുടെ കൂടെ തന്നെ നമ്മൾ മല്ലിയില പുതിനയില ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മുളക് പൊടി, ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടി, ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി,
പിന്നെ കുരുമുളക് പൊടിയൊക്കെ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ, എരിവ് ഇഷ്ടമുള്ളവർക്കൊക്കെ. പിന്നെ ഒരു 3 ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടി മസ്റ്റാണ്. പിന്നെ ഗരം മസാലപ്പൊടി ഒരു 1/2 ടീസ്പൂണ്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഈ മസാല അതുപോലെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് കുക്ക് ആവണം. എന്നിട്ട് നമ്മളിതിലോട്ട് ബീഫൊക്കെ ചേർക്കുന്നുള്ളൂ. അപ്പം ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ മസാലയൊക്കെ നല്ല ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിക്കുന്നതിന് പകരം നമ്മൾ ഈ ബീഫിന് ഗ്രേവി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെള്ളമൊന്നും എക്സ്ട്രാ ഒഴിക്കേണ്ട, ലാസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ബീഫിന് ഗ്രേവി ഒഴിച്ചിട്ട് ഈ മസാല നന്നായിട്ട് കുക്കാവട്ടെ. എന്നിട്ട് നമ്മൾ ബീഫ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കാരണം ബീഫ് ഓൾറെഡി കുക്കായതാണ്. നമ്മൾ ചെറിയ പീസാക്കിയിട്ടാണ് ബീഫ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ലോണം കുക്കാവണം കേട്ടോ. ടേസ്റ്റ് നോക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ടേസ്റ്റി ആണെന്നുള്ളത് ഈ ഒരു സമയത്ത് കേട്ടോ. അപ്പം എന്തെങ്കിലും ഒരു പച്ചച്ചുവൊക്കെ ഉണ്ടെങ്കിൽ അപ്പം നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ആ ഒരു ഗ്രേവി നല്ലോണം തിക്കായ ശേഷം, നല്ലോണം തിക്കാവണ്ട, എന്നാലും അത്യാവശ്യം തിക്കായ ശേഷം നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കുക. ഒരുപാട് വെള്ളത്തോടെ വേണ്ട, എന്നാലൊരു ഒരു ഗ്രേവി വേണം. എന്നാലേ നമുക്കിത് ബിരിയാണിയുടെ കൂടെ നന്നായിട്ട് മസാലയൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ബീഫ് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ കുരുമുളക് പൊടി, അതുപോലെ മല്ലിപ്പൊടി, ഇതൊക്കെ നമ്മൾ ലാസ്റ്റ് ഒന്നുകൂടെ ചേർക്കുന്നുണ്ട്. ഞാൻ കുറച്ചുകൂടെ ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഒരു ഗ്രേവി ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ചധികം മല്ലിയില പുതിനയിലൊക്കെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബിരിയാണിയിലോട്ടുള്ള ഗ്രേവി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ബിരിയാണി റൈസ് വേറെ അതുപോലെ ഗ്രേവി വേറെയാണ് ഉണ്ടാക്കുന്നത്. ഇത് രണ്ടും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഈ റൈസ് ഇതിലോട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ദം ഇട്ട് കൊടുക്കാം. അത് ചിലർക്ക് ബുദ്ധിമുട്ടാവും. എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ആവശ്യമില്ല, സെപ്പറേറ്റ് ആയിട്ട് കഴിക്കുന്നതാണ് ടേസ്റ്റ്. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ചുകൂടെ കുരുമുളക് പൊടിയും കുറച്ചുകൂടെ മല്ലിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടി ലാസ്റ്റ് ചേർത്തുകൊണ്ട് ഒരു കുഴപ്പമില്ല. ബീഫ് എന്ന് പറയുമ്പോൾ മല്ലിയും അതുപോലെ ചെറിയുള്ളി ഇത് രണ്ടും മസ്റ്റായിട്ടും ചേർത്താലേ ആ ബീഫിന് ആ പ്രത്യേക ടേസ്റ്റൊക്കെ വരുള്ളൂ. എന്നിട്ട് ഇതിലോട്ട് ഈ 3 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് മസ്റ്റായിട്ടും ചേർക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 2 ടീസ്പൂൺ ചേർത്തിട്ടുള്ളൂ. അപ്പം 1 ടീസ്പൂണും കൂടി ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഈ ബീഫിൻ്റെ ഈ ഒരു മസാലയിലോട്ട് നെയ്യ് ചേർക്കൽ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക കേട്ടോ. എന്നാലേ നമുക്ക് ആ ഒരു ബിരിയാണിയുടെ ഒരു ടേസ്റ്റും ഫ്ലേവറൊക്കെ വരുള്ളൂ. നെയ്യ് ഇല്ലെങ്കിൽ ആ ഒരു ഫ്ലേവർ വരില്ല, ജസ്റ്റ് ഒരു ഗ്രേവി കഴിക്കുന്ന പോലെ ഉണ്ടാവുള്ളൂ. എന്നിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒന്ന് ഫ്ലെയിം കുറച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്യുക. വല്ലാണ്ട് വെള്ളം വറ്റാൻ നിൽക്കണ്ട കേട്ടോ. അപ്പോൾ നല്ലൊരു മണമായിരിക്കും. ബീഫിൻ്റെ ഗ്രേവി ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവം മതി. നിങ്ങൾക്ക് എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും കുറച്ചുകൂടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ പിന്നെ അധികം ഇവിടെ എരിവ് അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ട് അധികം ചേർത്തിട്ടില്ല. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങളിപ്പം ഈ ഒരു സെയിം മെത്തേഡിൽ നിങ്ങൾ ചിക്കൻ ഉണ്ടാക്കുവാണെങ്കിൽ ചിക്കനൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കുക. മട്ടൺ ഉണ്ടാക്കുകയാണെങ്കിൽ മട്ടൺ ഇതുപോലെ വേവിച്ചിട്ട് ബീഫിൻ്റെ പോലെ തന്നെ വേവിച്ചിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി വെച്ചിട്ട് നിങ്ങൾക്ക് ചിക്കനും മട്ടനും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും, ഒരേപോലെ തന്നെയാണ്. അപ്പോൾ ഇത് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം രണ്ടും ഒന്ന് അടച്ച് വയ്ക്കുക. ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് അടച്ച് വയ്ക്കുക. എന്നിട്ട് വേണം സെർവ് ചെയ്യാൻ. അപ്പോൾ ഇതാ ബീഫൊക്കെ റെഡി ആയിട്ട് ഞാൻ കുറച്ച് നേരം അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 5-10 മിനിറ്റ് അടച്ച് വെച്ചാൽ മതി. അപ്പോഴേ ആ ഒരു മസാല ഇതൊക്കെ കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് വേണം സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മൾ ദം ഇടാത്തതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അപ്പോഴാണ് കറക്റ്റ് മസാലയൊക്കെ വരിക. അല്ലെങ്കിൽ നമ്മൾ ചൂടോട് കൂടി സെർവ് ചെയ്യുമ്പോൾ ചിലപ്പോൾ മസാല കൂടുതലായിരിക്കും അല്ലെങ്കിൽ കുറവായിരിക്കും. ഗ്രേവിയൊക്കെ ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രേവി മതി. ഇനി നമുക്ക് റൈസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. റൈസ് കണ്ടോ, ചെറിയൊരു യെല്ലോയിഷ് കളറായിരിക്കും. ഈ റൈസ് ഇങ്ങനെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്തുകൊണ്ട് തന്നെ പച്ചമുളകൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു മണവും നല്ല രുചിയൊക്കെ ആയിരിക്കും. ഇനി നമ്മൾ ചോറ് സെർവ് ചെയ്യാൻ നേരം ഞാൻ പറഞ്ഞല്ലോ, ഒരു ടീസ്പൂണോ 2 ടീസ്പൂണോ നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് വേണം സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ ആ നെയ്യിൻ്റെ ഫ്ലേവറൊക്കെ പെട്ടെന്ന് കുറച്ച് മാത്രം നെയ്യ് മതിയാവും. പക്ഷേ ആ റൈസിൽ മൊത്തം ആ നെയ്യിൻ്റെ ഫ്ലേവറൊക്കെ ഉണ്ടാവും. ചൂടോട് കൂടിയിട്ട് വേണം അത് മിക്സ് ചെയ്യാൻ കേട്ടോ. ചൂടാറി ഭയങ്കര തണുത്ത ശേഷം നെയ്യ് ചേർക്കരുത്. കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ വറുത്ത സവാളയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഡെക്കറേഷനായിട്ട് മാത്രമാണ്.
പിന്നെ ഈ ഒരു ബിരിയാണി നമ്മൾ ഉണ്ടാക്കുവാണെങ്കിൽ എപ്പോഴും ചെറിയ അരി കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. വലിയ അരി കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു വിചാരിച്ച ടേസ്റ്റ് കിട്ടില്ല. ചെറിയ അരി കൊണ്ട് ഉണ്ടാക്കിയാൽ പ്രത്യേക ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിതാ നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലെയല്ലേ നമ്മൾ ബിരിയാണി ഇങ്ങനെ കൊട്ടി കൊടുക്കുക, അപ്പോൾ അതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ റൈസും ആ ഒരു ഗ്രേവിയും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ റൈസ് വേറെ ഗ്രേവി വേറെയാണ് വെക്കുന്നത്. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള ബിരിയാണിയാണ്. ഞാൻ റൈസിലൊക്കെ നല്ല ഫ്ലേവർഫുള്ളായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ റൈസ് വെറുതെ കഴിക്കാനും ടേസ്റ്റാണ്. അപ്പം തീർച്ചയായിട്ടും ബിരിയാണി ഇതുവരെ ഉണ്ടാക്കാത്തവർക്കും അതുപോലെ ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന, ഒരുപാട് നേരം ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ സമയം കളയേണ്ടൊന്നും ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനിപ്പം കേടായോ നന്നായോ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇതിങ്ങനെ ചെറിയ അരിയാണെങ്കിൽ ആ ഒരു കാണാനൊരു ഭംഗിയും അതുപോലെ കഴിക്കാനൊക്കെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുപോലെ ബീഫൊക്കെ കണ്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ബീഫ് വേവാഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബീഫൊക്കെ വെന്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം, വേവൊക്കെ കറക്റ്റാണോ നോക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായില്ലെങ്കിലും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.